തകഴിച്ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി പലതും പറയാനുണ്ട്, ഞാൻ പലതും എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത സഖിയായിരുന്ന കാത്തു ചേച്ചിയെ പറ്റിയിട്ട് ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ളതിലപ്പുറം ഈ എഴുത്തുകാരൻ്റെ വ്യാപകമായ ജീവിതം അനുഭവങ്ങളിലൊക്കെ സജീവ പങ്കാളിത്തം വഹിക്കുകയും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രേരണയും പ്രചോദനവും നൽകിയിരുന്നത് അവരായിരുന്നു. മറ്റൊരു സ്ത്രീയായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ എനിക്ക് ഇത്രയും എഴുതുവാനാകുമായിരുന്നില്ല. അത്രയുമുണ്ട് ആ ശുശ്രൂഷയും പരിഗണനയും. ഋതുക്കൾ എത്രയോ കടന്നുപോയി. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കുട്ടനാടൻ വയൽപ്പരപ്പ് എത്രയോ വട്ടം പൊന്നിറമണിഞ്ഞു. അനുഭവങ്ങളുടെ മലവെള്ളപ്പാച്ചിലിൽ മാറിപ്പോയ ഉത്തരങ്ങൾ. എന്നിട്ടും മാറ്റമില്ലാത്ത ഉത്തരം ഒന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സ്ത്രീ അതെൻ്റെ കാത്തയാണ്. എനിക്കിത്ര മാത്രം മതി. അദ്ദേഹം ഇരുന്നെഴുതിയ ഈ കസേര, എഴുതി കൂട്ടിയ പുസ്തകങ്ങൾ, പുരസ്കാരങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്ന സന്ദർശകർ, ജീവിതയാത്രയിൽ മക്കളുടെ സ്നേഹനിർബന്ധങ്ങൾക്ക് വഴങ്ങാതെ വെറും 1 രൂപ വാടകക്കാരിയായി ഞാൻ ഇന്നും ഇവിടെ കഴിയുന്നു. കാത്തേ എന്ന ആ നീണ്ട വിളികൾക്ക് കാതോർത്ത്. 3-4 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ കാത്തയെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ പഴയകാലം മുതലേ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ അവളുടെ തറവാട്ടിലെ ഒരു വലിയ കാരണവരായിരുന്നു. ആ തറവാടിൻ്റെ പേര് നെടുമുടിമംഗലം എന്നായിരുന്നു. ആ അപ്പൂപ്പൻ്റെ അനിന്തരവളുടെ മകനായിരുന്നു എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. പക്ഷേ ഞങ്ങളെത്തൊട്ട് മംഗലത്തെ പെണ്ണുങ്ങൾ ഉണ്ണുകയില്ല. ഞങ്ങൾ ജാതിയിൽ അവരെക്കാൾ താഴ്ന്നവർ എന്നാണ് വെയ്പ്പ്. അന്ന് ചേച്ചിയുടെ കല്യാണമായിരുന്നു. ഞങ്ങൾ കുട്ടികൾ ഓടി കളിക്കുമ്പോൾ ഞങ്ങളിൽ നിന്നും അകന്നു മാറി തനിയെ നടന്ന കുട്ടി അത് അദ്ദേഹമായിരുന്നു. വീട്ടിലെ ഒരു മുറിയിൽ പ്രത്യേകം മാറ്റിയിട്ട ഇലയിലാണ് ആ കുട്ടിക്ക് ആഹാരം വിളമ്പിയത്. ആഹാരത്തിനു മുൻപിൽ അല്പനേരം മാത്രം ഇരുന്ന് ഒന്നും കഴിക്കാതെ ഇലയെടുത്ത് പുറത്തേക്ക് പോയപ്പോൾ കാര്യമറിയാതെ ഞാൻ ചിരിച്ചു. എന്റെ മുമ്പിൽ തലകുനിച്ചു നിന്ന കുട്ടിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ കണ്ടത് ഏറെ മുതിർന്നതിന് ശേഷമാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ നിറഞ്ഞു കത്തുന്ന കൽവിളക്കിനു മുന്നിൽ അന്ന് ക്ഷേത്രത്തിന്റെ കൽപ്പടവുകൾ നടന്നു കയറിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തന്നെയായിരുന്നു. അന്നത്തെ ചടങ്ങനുസരിച്ച് കല്യാണം കഴിഞ്ഞു. ഇളയ മകളായിരുന്നു കാത്ത. ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയ സന്തതി. ചേട്ടന്മാരുടെയും ചേട്ടത്തിമാരുടെയും വാത്സല്യ ഭാര്യ. പക്ഷേ വീട്ടിലെ എല്ലാ ജോലിയും അവൾ തന്നെ ചെയ്തു തുടങ്ങി. അമ്മയ്ക്ക് നല്ല വിശ്രമം കിട്ടി. ദുർമുഖമില്ലാതെ, ഒരു പരാതി പോലും പറയാതെ കാത്ത അതെല്ലാം ചെയ്തു. കാത്തയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ ചോദിച്ചിട്ടില്ല. ചന്ദനം അരയ്ക്കണം, തിരികലിൽ അരി പൊടിക്കണം, വെള്ളം കോരണം. ഇങ്ങനെ വീട്ടു ജോലികൾ ഓരോന്നായി ചെയ്യണം. അമ്മയെ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെ നോക്കണം. അമ്മ ഇന്നത് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനന്ന് തിരുവനന്തപുരത്തായിരുന്നു. കലയുടെയും സാഹിത്യത്തിൻ്റെയും മറ്റൊരു ലോകത്ത്. വീട്ടിൽ അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടി കഴിയുന്നു. തിരുവനന്തപുരത്താണ് അദ്ദേഹം. എപ്പോഴായിരിക്കും അദ്ദേഹം വരിക? ആരോട് അന്വേഷിക്കാനാണ്? ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയാറുണ്ട്,
തിരുവനന്തപുരത്തെ പെണ്ണുങ്ങൾ മിടുക്കികളാണ്. ആണുങ്ങളെ കിട്ടിയാൽ പിന്നവർ വിടില്ല. ആദി പിടിച്ച ദിവസങ്ങൾ. അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു എൻ്റെ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വന്നത് അസുഖമായാണ്. സ്വപ്നങ്ങൾ അധികമില്ലാത്ത 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരിയായിരുന്നു അവൾ. രാപ്പകലില്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു. ഞാൻ പതിയെ പതിയെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും അപ്പുറം എനിക്ക് ലോകത്തിൽ മറ്റൊന്നും വേണ്ടായിരുന്നു. അന്ന് എന്നെ ചേർത്ത് പിടിച്ചത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തന്നെയായിരുന്നു. പിന്നെ മരണം വരെയും ചേർത്ത് പിടിച്ച ആ കൈ അയഞ്ഞില്ല. അച്ഛനാണ് അവളുടെ ഉടുപ്പുകെട്ടുകൾക്ക് തുണി വാങ്ങിക്കുക. അമ്പലപ്പുഴ ഉത്സവത്തിന് വാങ്ങിയ നല്ല പട്ടിഞ്ചയുണ്ട്, നല്ല എള്ളാട്ടിയ എണ്ണയുണ്ട്, നിറച്ചുണ്ണാൻ ചോറുണ്ട്. പിന്നെന്തു വേണം ഒരു പെണ്ണിന്? അമ്മയുടെ ഇക്കിൾ രോഗം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ആ വലിയ എഴുത്തുകാരനുണ്ടായിരുന്നില്ല. കോടതിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശ് പോലും അദ്ദേഹം അമ്മയെ ഏൽപ്പിക്കുമായിരുന്നു. എനിക്കതിൽ ഒരു ദുഃഖവും തോന്നിയില്ല. വളരെ കാലം ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങാറേയില്ലായിരുന്നു. അരപ്പൈസ പോലും ഞാൻ കാർത്തയ്ക്കായി ചിലവാക്കിയില്ല. അതിന് എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. എഴുത്തുകൊണ്ട് കിട്ടുന്ന അല്പമായ പ്രതിഫലം പോലും ഞാൻ അമ്മയെ ഏൽപ്പിച്ചിരുന്നു. അവൾക്ക് എന്തിനു പണം? വക്കീൽ മേഖലയിൽ നിന്നും അങ്ങനെ പറയത്തക്ക വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ. അദ്ദേഹത്തോടൊപ്പം അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവുക, അല്ലെങ്കിൽ ആലപ്പുഴ പട്ടണം വരെ ഒരു യാത്ര. ഇല്ല, അങ്ങനെയൊന്നും ആഗ്രഹിച്ചുകൂടാ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, വലിയ തിരക്കുള്ള മനുഷ്യൻ, പിന്നെ ജോലിയും. അതിനുശേഷം എപ്പോഴാണ് ഇതിനൊക്കെ നേരം? പിന്നീട് ഏറെ നാൾ കഴിഞ്ഞാണ് അദ്ദേഹം കയ്യിൽ കിട്ടുന്ന പണം എന്നെ ഏൽപ്പിച്ചു തുടങ്ങിയത്. ആ സന്ധ്യ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അച്ഛൻ മരിച്ചതിൻ്റെ ആണ്ടുബലി സർ CP രാമസ്വാമി അയ്യരെ ACS മണി വെട്ടിയതിൻ്റെ അടുത്ത ദിവസമാണ്. തിരുവിതാംകൂറിൽ മുഴുവനും വ്യാപകമായ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. അമ്പലപ്പുഴയിലെ അന്നത്തെ ഇൻസ്പെക്ടർ എന്നോട് വളരെ സ്നേഹമുള്ള ആളായിരുന്നു. വിശ്വസ്തനായ ഒരാളെ അദ്ദേഹം
എൻ്റെ വീട്ടിലേക്ക് അയച്ചു. 4 മണിക്ക് മുൻപ് ഞാൻ സ്ഥലം വിട്ടുകൊള്ളണം. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ്. ഞാൻ അന്ന് നെടുമുടിയിലായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞത് പിന്നീടാണ്. ഒളിവിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നത് ഒരു വിജയിയെ പോലെയായിരുന്നു. വന്നപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു വലിയ സമ്മാനം തന്നു. ഒളിവിലിരുന്ന് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, തോട്ടിയുടെ മകൻ. ഒടുവിൽ അത് സംഭവിച്ചു. അദ്ദേഹത്തിന് പേടിയായിരുന്നു അമ്മയുടെ മരണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം തേങ്ങിക്കരഞ്ഞു. മക്കളൊക്കെ വളർന്നു വരികയാണ്. രാധ ഇന്നലെ കൂടി ഒരു പട്ടുപാവാടയ്ക്ക് വേണ്ടി ഏറെ കരഞ്ഞു. കൃഷിപ്പണിയിൽ നിന്ന് എന്ത് കിട്ടാൻ? മക്കളെ കെട്ടിച്ചയക്കണ്ടേ? വക്കീൽ എന്ന പേരൊക്കെയുണ്ട്. വലിയ എഴുത്തുകാരനാണ്. ഇതൊക്കെ കൊണ്ട് കാര്യമുണ്ടോ? പണം വേണ്ടേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കേണ്ട. പശുവിനെ വളർത്തണം. പാലും മോരും തൈരും ഒക്കെയായി കിട്ടുന്ന ചില്ലറ കൊണ്ട് ഒക്കെ ശരിയാക്കാം. നമ്മൾ എങ്ങനെ കഴിയും? കഴിഞ്ഞ വിളവെടുപ്പിന് കിട്ടിയ നെല്ലിൽ കുറേ മിച്ചമുണ്ട്. പുഴുങ്ങി ഉണങ്ങിയിട്ടിരിക്കുകയാണ്. അതിന് അരി കുറവാണ്. നെല്ല് കുത്തിയാലേ അരി വെക്കാനൊക്കൂ. എന്താ? നമുക്കും ഒരു നല്ല കാലം വരുമടി. നല്ല കാലം എന്ന് വെച്ചാൽ? രാധേ, അച്ഛൻ എഴുതാനിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് ഓരോന്നോരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. കൊച്ചുമക്കളെല്ലാം വീട്ടിലുള്ളപ്പോൾ ഒരു ഉത്സവമാണ്. മരക്കൊമ്പുകളിലെല്ലാം ഓരോരുത്തർക്കായി ഊഞ്ഞാലുകൾ കെട്ടും. കൊച്ചുമക്കളെ അതിലിരുത്തി ആടിച്ചുകൊണ്ട് മുത്തച്ഛൻ എപ്പോഴും ഉണ്ടാവും കൂടെ. മക്കളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ എങ്ങോട്ടുമില്ല. എനിക്ക് എങ്ങോട്ടും പോകണ്ട. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ശങ്കരമംഗലം വിട്ട് എനിക്ക് എന്ത് ജീവിതം? ഇവിടെ ഓരോ മണൽത്തിരിയിലും ഈ വീടിന്റെ ഓരോ മൂക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ഗന്ധവും ശബ്ദവും നിറഞ്ഞു നിൽക്കുന്നു. വയ്യ. ഇവിടം വിട്ട് എനിക്ക് എങ്ങനെ മറ്റൊരിടത്തേക്ക് പോകാനാകും? തകഴി ശിവശങ്കരപിള്ളയുടെ ഭാര്യ കാത്ത അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ തകഴിയിലെ ശങ്കരമംഗലത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഐപ്പ് വെളിക്കാടൻ ചേരുന്നു. ഐപ്പ്, എപ്പോഴായിരുന്നു അന്ത്യം? മൃതദേഹം എവിടെയാണിപ്പോൾ? ഇന്ന് രാവിലെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തലച്ചലായതിനെ തുടർന്നാണ് കാത്തിച്ചേച്ചിയെ തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്.
ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അന്ത്യം സംഭവിച്ചു. അവിടെ നിന്ന് ശങ്കരമംഗലം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കമലാക്ഷി അമ്മ എന്നാണ് കാത്തുചേച്ചിയുടെ യഥാർത്ഥ പേര്. 1917 ധനുമാസം പുണർദം നക്ഷത്രത്തിലാണ് കാത്തുചേച്ചി ജനിച്ചത്. നെടുമുടി ചെമ്പകശ്ശേരി ചിറയിൽ പെരുമാനൂർ കുഞ്ഞുണ്ണി മേനോന്റെയും പാർവതി അമ്മയുടെയും മകളായിട്ടായിരുന്നു ജനനം. 1934 സെപ്റ്റംബർ 15-നാണ് തകഴിയുടെ ഭാര്യയായി തകഴിയിലേക്ക് എത്തിയത്. 50 വർഷമായി ശങ്കരമംഗലം തറവാട്ടിലായിരുന്നു താമസം. തകഴിയുടെ മരണത്തിന് ശേഷം കുടുംബാംഗങ്ങൾ തകഴി താമസിച്ചിരുന്ന ശങ്കരമംഗലം വീടും സ്ഥലവും സാംസ്കാരിക വകുപ്പിന് കൈമാറിയിരുന്നു. തുടർന്ന് ഇത് തകഴി സ്മാരകവും മ്യൂസിയവും ആക്കി മാറ്റി. ഇവിടെ ഒരു മാസം 1 രൂപ നിരക്കിൽ വാടകക്കാരിയായി താമസിക്കുകയായിരുന്നു കാത്തുചേച്ചി. ഇപ്പോൾ സാംസ്കാരിക നായകന്മാരും അതുപോലെ സാഹിത്യ പ്രവർത്തകരും ഒക്കെ കാത്തുചേച്ചിയെ ഒരു നോക്കുന്നതിന് വേണ്ടി ശങ്കരമംഗലം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം മറ്റന്നാൾ ഔദ്യോഗിക ബഹുമതികളോടെ ശങ്കരമംഗലം നടക്കും. തകഴിയെ സംസ്കരിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ് കാത്തുചേച്ചിയെയും സംസ്കരിക്കുക. അപർണ. നന്ദിയായി പോളിക്കട. മലയാള സാഹിത്യത്തെ വിശ്വചക്രവാളത്തിൽ പ്രതിഷ്ഠിച്ച തകഴി ശിവശങ്കരപ്പിള്ളയുടെ ജീവിത സഖിയെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്. തകഴിയുടെ കഥാപാത്രങ്ങളെ പോലെ തന്നെ അറിയപ്പെട്ടിരുന്നു. തകഴിയെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളിലും കാത്ത നിറഞ്ഞു നിന്നു. തകഴിയുടെ രചനകൾക്ക് താങ്ങും തണലുമായിരുന്നു കാത്ത. ബൃഹത്തായ കഥാസഞ്ചയങ്ങളുടെ രചനാവേളയിൽ സംഭാരം ഒഴിച്ചു കൊടുക്കുന്ന കാത്തയെ തകഴിയും പലപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ട്. തകഴിയുടെ രചനകൾ സ്നേഹമയ്യായ ഈ വീട്ടമ്മയ്ക്ക് മനപ്പാടമായിരുന്നു. കടപ്പുറം സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ വക്കീലായിട്ടിരുന്നു. ഒരു 22 കൊല്ലത്തോളം വക്കീലായിട്ട് അമ്പലപ്പുഴ കച്ചേരിമുക്കിലല്ലേ കോടതി. അപ്പം അവിടെ കൂടുതൽ സമയം കടപ്പുറത്തേക്കൊക്കെ പോയി മരിക്കന്മാരുമായിട്ടുള്ള കൂടുതൽ ബന്ധമാണ്. ഒരു ഡോക്യുമെൻ്ററി ഷൂട്ടിങ്ങാണ് ചേട്ടനെ പറ്റി. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ബാസു പുറത്തുനിന്ന് ആഹാരം കഴിച്ച് വയറൊന്ന് കേടുവരുത്തി ഇവിടെ വന്ന് കഴിക്കണം. കാത്തേ വാസു ഇവിടുന്നാവും ഊണ് എന്ന് അത് പറയുമ്പോൾ അവർക്കതിലൊരു വളരെ വലിയ സംതൃപ്തിയാണ്. കാത്ത വെറും 2 അക്ഷരം. അവരെ ലോകപ്രശസ്തയാക്കിയത് അവർ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഭാര്യയായതുകൊണ്ടാണ്. എഴുത്തും വായനയും സ്വന്തം തീരുമാനങ്ങളും എല്ലാമായി തകഴിയുടെ ലോകം വളരെ വ്യത്യസ്തമായിരുന്നു. അതിലെ ആ ജീവിതത്തിലെ വളരെ നിശബ്ദമായ ഒരു സാന്നിധ്യമായിരുന്നു കാത്ത. തകഴി ഒരു വ്യാഴവട്ടം മുമ്പ് കഥാവശേഷനായതിൽ പിന്നെ തകഴിയിലെ ശങ്കരമംഗലം വീട്ടിൽ തനിച്ചായിരുന്നു കാത്തയുടെ താമസം. കഥാകാരന്റെ ഓർമ്മകളുടെ നിധി കാത്ത കാത്തയും ഇനി ഓർമ്മ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കാത്തയുടെ കാത്ത ചേച്ചി ഏറ്റവും അധികം സ്നേഹ സാന്ദ്രമായി തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരെയും തന്നെ പരിചരിച്ച ഒരു ഉത്തമ ഗൃഹസ്ഥയായിരുന്നു. അച്ഛൻ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അമ്മയുള്ള വീട്, തകഴിയിലെ വീട്, ആ വീട്ടിലോട്ട് ഇന്ന് ഞങ്ങൾ ചെല്ലുന്നത് ഏകാന്തതയോടുകൂടി. ഞങ്ങൾ അമ്മ ഇരുന്ന കിടന്ന കട്ടിലയിലോട്ടാണ് ചെല്ലുന്നത്. രണ്ടുപേരും കുട്ടനാട്ടുകാരാണ്. കുട്ടനാട്ടിലെ ജീവിത രീതികളും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം മനസ്സിലാക്കി വളർന്നവർ. അത് തന്നെ ഒരു വലിയ പൊരുത്തമായിരുന്നു. മലയാളത്തിൻ്റെ മഹാഖാദികനായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള കമലാക്ഷിയമ്മ കുറച്ചു കാലത്തിന് ശേഷം കുട്ടനാടിൻ്റെ കാത്തുചേച്ചിയും. തകഴിയാക്കാൻ കാരണക്കാർ പലരുണ്ട്. ദേശവും കാലവും മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളും. ഏറെ പവിത്രത കൽപ്പിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. പ്രത്യേകിച്ച് കുട്ടനാട് പോലെയുള്ള മണ്ണിൽ പണിയെടുക്കുന്ന തകഴിച്ചേട്ടൻ ഭാഗ്യവാനായിരുന്നു ഇങ്ങനെ ഒരു സഹധർമ്മിണിയെ ലഭിച്ചത്. യാതൊരു കലഹവുമില്ലാതെ, പരാതിയില്ലാതെ, ഇളഞ്ഞ മുഖത്തോടെ, സുന്ദരമായ ഒരു ചിരിയോടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ആ കുടുംബത്തെ കാത്തു രക്ഷിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആ വിധത്തിൽ ലളിത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യ.